എന്തോ നെറ്റ്വർക്ക് കണക്ടിങ് ഇഷ്യൂ ആയിരുന്നു തോന്നുന്നു റെക്കോർഡിങ്. ഓക്കെ, അപ്പം ആദ്യത്തെ ഹലോ സൂര്യ കേൾക്കാമല്ലോ അല്ലെ? കേൾക്കാം മാം. ഓക്കെ. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മള് ഫുൾ ഡീറ്റെയിൽസ് ഒന്നും എഴുതത്തില്ല, ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ പേപാൽ ചെക്ക്ഔട്ട് ഇൻ ഇ കോമേഴ്സ് ആപ്പ് എന്ന് പറഞ്ഞ് ഇ കോമേഴ്സ് ആപ്പ് എന്ന് പറഞ്ഞ് ഇടും. എന്നിട്ട് ഇപ്പൊ അതിന്റെ എന്തേലും അപ്ഡേറ്റ്സ് സെക്കൻഡ് ഒരു മിനിറ്റ്, അടുത്ത ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. സ്റ്റോറി 1 എന്നാണ് ഞാൻ അടുത്ത് ഇട്ടേക്കുന്നത്. സെയിം നെയിം സ്റ്റോറി 1. പിന്നെ തേർഡ് PayPal ഇന്റഗ്രേഷൻ വിത്ത് ഡേറ്റ്. ഓക്കെ, ഇനിയിപ്പം ഓരോ ഡെയിലി നമ്മൾ ഈ ഒരു സ്പ്രിന്റ് എടുക്കും. സ്പ്രിന്റ് എടുത്തിട്ട് സ്ക്രം മാസ്റ്റർ ടീമിനോട് ചോദിക്കും, ഇതിപ്പം ഇൻ പ്രോഗ്രസ് ഉള്ള ടാസ്ക് ആയിരിക്കും. ഈ സ്പ്രിന്റിൽ കംപ്ലീറ്റ് ആവേണ്ട ടാസ്ക് എല്ലാം ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യും. എന്നിട്ട് ഹൈയസ്റ്റ് പ്രയോറിറ്റി ടാസ്ക് ഏറ്റവും മേളിൽ എഴുതും. എന്നിട്ട് ഇതിന്റെ റിലേറ്റഡ് എന്തെങ്കിലും ഡിപ്പെൻഡൻസി ഉണ്ട്, വേറെ ടിക്കറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണോ അതിവിടെ അപ്ഡേറ്റ് കൊടുക്കും. ഇപ്പം ദിസ് ടിക്കറ്റ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ അനദർ ഓൺ സേ ജിറ ABC, ജിറ 1 2 3 ആ ജിറയുമായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പം ടീം വിൽ അപ്ഡേറ്റ്. ഓക്കെ, സോ ഇത് ബേസിക്കലി നമ്മുടെ ഒബ്സർവേഷൻസും നമ്മുടെ അപ്ഡേറ്റ്സും ഇതിനകത്ത് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഇത് ശരിക്കും ഫുൾ സ്പ്രിന്റ് ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് കീപ് ഇൻ ട്രാക്ക് ഓഫ് ദ ഫുൾ സ്പ്രിന്റ്. അപ്പൊ ഇതിന്റെ അപ്ഡേറ്റ്സ്, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണോ അതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതെന്താണ് ഇപ്പം ആൻഡ് എക്സിക്യൂഷൻ എത്ര പെർസെന്റേജ് ആയി. ഇപ്പൊ എക്സിക്യൂഷൻ 30% കംപ്ലീറ്റഡ് ആണെങ്കിൽ അങ്ങനെ അപ്ഡേറ്റ് കൊടുക്കും. അതുപോലെ ഓരോ ടാസ്കിന്, ഇപ്പൊ ഓരോ ടാസ്കിനും ഓരോ അസൈനി കാണും. അപ്പം നമ്മൾ ഇവിടെ ജസ്റ്റ് അതിന്റെ സ്റ്റേറ്റസ് അപ്ഡേറ്റ് കൊടുക്കുന്നേ ഉള്ളൂ. പക്ഷെ അവർ ഇന്റേർണലി അടുത്ത ടാബ് ന്യൂ ടാബില് ഈ ഓരോന്നോരോന്ന് ഓപ്പൺ ചെയ്തിട്ട് ആ അസൈനിയോട് അതിന്റെ അപ്ഡേറ്റ്സ് ചോദിക്കും. അതിന്റെ അകത്ത് റിലേറ്റഡ് എന്തെങ്കിലും ബഗ്സ് ഉണ്ടെങ്കിൽ അത് ടീമിന് അസൈൻ ചെയ്തിട്ടുണ്ടോ, ഡെവലപ്മെന്റ് ടീമിന് അസൈൻ ചെയ്തിട്ടുണ്ടോ, ഹൂ ഈസ് വർക്കിംഗ് ഓൺ ദാറ്റ്, ആ ഒരു സ്റ്റേറ്റസ് അപ്ഡേറ്റ്സ് എല്ലാം ചെറുതായിട്ട് ഒരു സമ്മറി പോലെ ഒരു ചെറിയൊരു സമ്മറി ഇവിടെ കൊടുക്കും. എല്ലാത്തിന്റെ സമ്മറി. അതാണ് ഈ സ്പ്രിന്റ് ഗോൾസ് എന്ന് പറഞ്ഞ ഫീൽഡ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇനീഷ്യലി നമ്മൾ ഒരു സ്പ്രിന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പം ജസ്റ്റ് ഏതൊക്കെയാണ് നമ്മുടെ ഗോൾസ്, ആ ഗോൾസിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യത്തേ ഉള്ളൂ. ആസ് ദ പ്രോജക്ട് പ്രൊസീഡ്സ്, ഇപ്പൊ ഡേ 1 നമുക്ക് ഈ ഹെഡിങ്സ് മാത്രം, ഈ സ്റ്റോറീസിന്റെ ഹെഡിങ്സ് മാത്രമേ വരത്തുള്ളൂ, സമ്മറി ആയിട്ടൊന്നും വരത്തില്ല. അല്ലെങ്കിൽ ഇപ്പം എക്സിക്യൂഷൻ സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ് ഒരു സ്റ്റോറിയുടെ അപ്ഡേറ്റ്. പക്ഷെ ഐഡിയലി നമ്മൾ സ്പ്രിന്റ് ഡേ 2 ഡേ 3 അത് പ്രോഗ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താണ് അപ്ഡേറ്റ്സ് ആ ഗോൾസിന്റെ അകത്ത് കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും നേരം നമുക്ക് സ്പ്രിന്റ് സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ട് ഈ ബോർഡ് എംപ്റ്റി ആയിരുന്നു. ഇവിടെ ഒരു റോളർ കോസ്റ്റർ ആൻഡ് ടു ഡു ഒന്നും അപ്ഡേറ്റഡ് അല്ലായിരുന്നു. അപ്പൊ സ്പ്രിന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം ഇങ്ങനത്തെ ഒരു ബോർഡ് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ അകത്ത് ഇതാണ് ടു ഡു ഐറ്റംസ്, ഇതാണ് ഇൻ പ്രോഗ്രസ് ഐറ്റംസ്, ഇൻ റിവ്യൂ, ഡെവലപ്മെന്റ്, റെഡി ഫോർ ടെസ്റ്റ്. ഇനി ഇതിന്റെ അകത്ത് തന്നെ നമുക്ക് പുതിയ വർക്ക് ഫ്ലോസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിവിടെ ആഡ് ചെയ്യാം. ടു ഡു, ഇൻ പ്രോഗ്രസ്, റിവ്യൂ, ഡൺ, ഇൻ ഡെവലപ്മെന്റ്, ഇതൊക്കെയാണ് സ്റ്റേറ്റസസ് കിടക്കുന്നത്. പിന്നെ ഇതിന്റെ വർക്ക് ഫ്ലോ നമുക്ക് ഇവിടെ ഇത് ഫിസിക്കലി ഡ്രോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാം. സ്റ്റാർട്ട് ടു ഡൂയിൽ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ ഈ വർക്ക് ഫ്ലോ ഒക്കെ ഇച്ചിരി കൂടെ ബെറ്റർ ആക്കി വ്യൂ ചെയ്യാൻ പാകി. ടു ഡു കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് ഇൻ പ്രോഗ്രസ് ആയിരിക്കും. അപ്പം അടുത്തൊരു ലിങ്ക് ഇവിടെ കൊടുക്കും. ഇവിടെ ടീമിന് അവർക്കറിയാം ഓരോ UI ഡിസൈൻസ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാന്. ക്രിയേറ്റ് ട്രാൻസിഷൻ ടു ഡു കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റസ് ആണ് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് നമ്മൾ ലിങ്ക് ചെയ്യുവാണ്.
ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ കാണിച്ചെന്നേ ഉള്ളൂ. പക്ഷേ ഒരു പുതിയ സ്റ്റേറ്റസ് തന്നെയാണ് ക്രിയേറ്റ് ആയത്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഒരു ജസ്റ്റ് ഒരു വർക്ക് ഫ്ലോന്റെ ആ ഒരു ലൈൻ ആയിരുന്നു ഉദ്ദേശിച്ചത്. ഇതില് പല ഫീച്ചേഴ്സ് ഉണ്ട്, പക്ഷെ ഇതൊന്നും നമ്മൾ അധികം നോക്കാറില്ല. ഇതല്ലാതെ ഇതല്ലാതെ നമുക്ക് ഇവിടെ വേറെ സ്റ്റേറ്റസസ് ആഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. സൈനി അപ്പം ഇവിടെ തന്നെ നമുക്ക് ആക്ച്വലി ഒരു പുതിയ ഇതുപോലെ ഒരു വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ ഓക്കെ. 3 dots. കസ്റ്റം ഫിൽട്ടേഴ്സ്, മാനേജ് വർക്ക് ഫ്ലോ. മാനേജ് വർക്ക് ഫ്ലോ ആയിരുന്നു നമ്മൾ ആ എടുത്തെ ഒരു വ്യൂ. ഓക്കെ ഓക്കെ. അല്ലാതെ ഞാൻ ജിറയ്ക്കകത്ത് ഒരെണ്ണം എടുത്ത് നോക്കി, അവിടെ ഉണ്ടായിരുന്നു. അവിടെ 3 dots ഇതിൽ. ഡിലീറ്റ്. ഇതാ പെർട്ടിക്കുലർ സ്റ്റോറിയുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ളതാണ്. സ്റ്റാർട്ട് ഡേറ്റ്, പാരന്റ്, ലേബിൾസ്. പക്ഷെ ഇതല്ല ഞാൻ ഉദ്ദേശിച്ചു. അത് ഞാൻ അതിനെ ഒബ്സർവ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാമേ. പക്ഷെ അതൊരെണ്ണം ഉണ്ടായിരുന്നു. ഞാൻ അതുപോലെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തത്. ക്രിയേറ്റ് കോളം അത് തന്നെ. അപ്പം റെഡി ഫോർ ടെസ്റ്റ് കഴിഞ്ഞിട്ട് റെഡി ഫോർ റിലീസ് എന്ന് പറഞ്ഞൊരു പുതിയൊരു കോളം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോറീസിനെ അങ്ങോട്ടേക്ക് പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതൊരെണ്ണം എടുത്തു. ഇത് നമുക്ക് ഇതിന്റെ സ്റ്റേറ്റസ് മാറ്റി ഇപ്പം ഇൻ പ്രോഗ്രസ്സിലോട്ട് ഇട്ട് അപ്ഡേറ്റ് കൊടുക്കുമ്പോൾ ആ സംഭവം ഇവിടേക്ക് വരും. എന്നിട്ട് നമുക്ക് ഇതിനെ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പം ഇതിന്റെ തന്നെ സ്റ്റേറ്റസ് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ടു ഡു ഇൻ വ്യൂ. ഇനിയിപ്പം ഡൺ ആണെന്ന് വെച്ചാൽ അതപ്പം ഡയറക്റ്റ്ലി ഡണ്ണിലേക്ക് മാറും. പിന്നെ അതുപോലെ ഇതെല്ലാം ഞാനിപ്പം ഓരോ സ്റ്റേറ്റസിലേക്ക് മാറ്റി. ബേസിക്കലി എല്ലാം ഡൺ ടാബിന്റെ അകത്ത് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേറ്റസ് എങ്കിൽ ഇതെല്ലാം ഈ സ്റ്റേറ്റസിൽ എത്തി കഴിയുമ്പോൾ നമുക്ക് സ്പ്രിന്റ് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ബേസിക്കലി പ്രോഗ്രസ് ഇൻ ഡെവലപ്മെന്റ് ആണ് വരുന്നത്. അതിന്റെ പ്രയോറിറ്റി മാറ്റാൻ പറ്റും. ഐ മീൻ ടു ഡു കഴിഞ്ഞിട്ട് ഇൻ ഡെവലപ്മെന്റ് ഇതിന്റെ ആവശ്യമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ടാബിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ടു ഡു ഇൻ ഡെവലപ്മെന്റ്, പിന്നെ റെഡി ഫോർ ടെസ്റ്റ്,
പിന്നെ റിവ്യൂ ഡൺ. ഇങ്ങനെ ഓരോന്ന് നമുക്ക് ഇപ്പൊ എല്ലാ ടാസ്കും ഡൺ ആയി കഴിയുമ്പം ഇപ്പം 2 ഡൺ ആയി. ഇനി ഇതും കൂടെ ഡൺ ആയി കഴിയുമ്പം ഇത് ബേസിക്കലി നമ്മൾ സ്റ്റേറ്റസ് ഡയറക്ട്ലി ഇങ്ങോട്ടേക്ക് റെഡി ഫോർ റിലീസ് കൊടുത്താൽ ഇത് ഡൺ ആയി കഴിയുമ്പം നമുക്ക് സ്പ്രിന്റ് കംപ്ലീറ്റ് ചെയ്യാം ഇന്റേണലി. എല്ലാം നമ്മൾ ടു ഡൂവിലെടുത്ത എല്ലാ സ്റ്റോറീസും കംപ്ലീറ്റ് ആയി. ഇനി ഇത് റെഡി ഫോർ റിലീസ് ആണ് എന്ന് പറഞ്ഞ് നമുക്ക് ഇത് സ്പ്രിന്റ് കംപ്ലീറ്റ് ചെയ്യാം. സ്പ്രിന്റ് കംപ്ലീറ്റ് ചെയ്യുമ്പം ഓപ്പൺ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഐ മീൻ ബഗ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. എല്ലാം ഡൺ സ്റ്റേറ്റസിലായിരിക്കണം. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇനി നമ്മൾ ഒരു സ്പ്രിന്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടോ ഒരു റെട്രോസ്പെക്റ്റീവ് ഉണ്ടെന്ന്. റെട്രോസ്പെക്റ്റീവ് ഓർക്കുന്നുണ്ടോ സൂര്യ? റെട്രോസ്പെക്റ്റീവ് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പ്രിന്റ് കഴിഞ്ഞ് കഴിയുമ്പം ഹൗ ഇറ്റ് വാസ് ഒരു വിശകലനം നമ്മൾ ആ സ്പ്രിന്റിനെ പറ്റി നടത്തും. ഹൗ ഇറ്റ് വാസ്, വാട്ട് കുഡ് ഹാവ് ബീൻ ഇംപ്രൂവ്ഡ്, വാട്ട് ഡിഡന്റ് വെന്റ് വെൽ എന്നുള്ളൊരു മീറ്റിംഗ് ആണ് റെട്രോസ്പെക്ട്. അപ്പം എല്ലാവർക്കും ഇൻഡിവിജ്വൽ സേ ഉണ്ട്. അക്കോർഡിംഗ് ടു മീ the projects were not given on timeline because of which it got extended, so the next time I would request team to give it on time, something like that. അപ്പം നമ്മുടെ ഫീഡ്ബാക്സ് കാര്യങ്ങള് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ബോത്ത് വിൽ ബി ക്യാപ്ചർഡ് ഇൻ ദ റെട്രോസ്പെക്റ്റീവ് ആൻഡ് ദ സ്ക്രം മാസ്റ്റർ വിൽ ടേക്ക് അപ്രോപ്രിയേറ്റ് മെഷേഴ്സ് ദ നെക്സ്റ്റ് ടൈം. സോ അങ്ങനത്തെ ഒരു സ്പ്രിന്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഇത് മാൻഡേറ്ററി ആണ് ഒരു സ്ക്രം ടൈപ്പ് ഓഫ് അജൈൽ പ്രോജക്റ്റില്. അപ്പൊ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു കോൺഫ്ലുവൻസ് പേജ് എനിക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഓൾറെഡി എനിക്കൊരു കോൺഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അതിനെ ജസ്റ്റ് എടുത്ത് ഇങ്ങോട്ടേക്ക് ഇട്ടിട്ട് ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ സെയിം സംഭവത്തിനെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ക്രിയേറ്റ് കൊടുക്കുമ്പോൾ ഒരു പുതിയൊരു പേജ് ക്രിയേറ്റ് ആയിട്ട് അത് ലിങ്ക് ആവും. ആ സ്പ്രിന്റ് 3 ലിങ്ക് ആവും. Okay. It will open in that Confluence page. കോൺഫ്ലുവൻസ് വേറെ ഇമെയിൽ ഐ ഡിയിലല്ലേ? Confluence basically നമ്മുടെ ഈ സെയിം ഇമെയിൽ ഐ ഡി തന്നെ ആയിരിക്കും. കാരണം ഒരു അക്കൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത്. അപ്പൊ ആ സെയിം അക്കൗണ്ട് വെച്ചിട്ടായിരിക്കും കോൺഫ്ലുവൻസും ജിറ എല്ലാം ലിങ്ക്ഡ് ആയിട്ട് ഉള്ളത്. അപ്പം ഇത്രയും സ്റ്റോറീസ് നമ്മൾ ഡൺ ആയി. ഇനിയിപ്പോ ഇത്രയും ബാക്ക്ലോഗിൽ ഇനി കിടപ്പുണ്ട്. ഇത്രയും സ്റ്റോറീസ് ഇനി എടുക്കാനായിട്ട് കിടപ്പുണ്ട്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഓണർ പറയും, ഓക്കെ നെക്സ്റ്റ് സ്പ്രിന്റ് സ്റ്റാർട്ട് ചെയ്യും, അതിൽ ഈ 2 സ്റ്റോറീസ് എടുക്കുക, അല്ലെങ്കിൽ ഇത് മാത്രം എടുക്കുക, അല്ലെങ്കിൽ സെറ്റ് ഓഫ് സ്റ്റോറീസ് അതെടുക്കുക, അത് പ്രൊസീഡ് ചെയ്യുക, അത് ഫിനിഷ് ആക്കുക, അടുത്ത സ്പ്രിന്റ് എടുക്കുക, അങ്ങനെ. പിന്നെ ഞാനൊരു ബഗിന്റെ അകത്ത് വാച്ചേഴ്സ് ലിസ്റ്റ് കാണിച്ചു തരാം. ഇത് ഷോർട്ട് വ്യൂ ആണ്. അപ്പം ഇത് ഒരു സ്റ്റോറിയാണ്. ഈ സ്റ്റോറിക്കകത്ത് നമുക്ക് വാച്ചേഴ്സ് ലിസ്റ്റ് ആഡ് ചെയ്യാം. ഇതാണ് ഈ ഐ കാണുന്നില്ലേ, കണ്ണ് പോലത്തെ, അതാണ് വാച്ചേഴ്സ് ലിസ്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു പ്രോജക്റ്റില് ആർക്കൊക്കെ ഒരു വിസിബിലിറ്റി വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും അപ്ഡേറ്റ്, ഇപ്പൊ ഞാനൊരു കമന്റ് ആഡ് ചെയ്യുവാണ്. അപ്പൊ കമന്റ് ആഡ് ചെയ്യുമ്പോൾ ആ കമന്റ് ഈ ഇത്ര സെറ്റ് ഓഫ് ആൾക്കാർക്ക് കാണാൻ പറ്റും, അവർക്കൊരു മെയിൽ ആയിട്ട് പോകും. അപ്പം ഇതൊക്കെ ഒരു ബുക്ക് മാർക്ക് എന്ന് പറഞ്ഞ് അവര് ഇത്ര ആൾക്കാരെ എനിക്ക് സെറ്റ് ചെയ്ത് വെക്കണം. ഐ മീൻ ഈ ഒരു സ്റ്റോറിക്കകത്ത് ഇത്ര ആൾക്കാരെ വ്യൂവേഴ്സ് ആയിട്ട് എനിക്ക് വേണം. അപ്പൊ എന്ത് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പം, ABC can you please address this issue എന്ന് പറഞ്ഞ് നമ്മൾ അപ്ഡേറ്റ് കൊടുക്കുമ്പം, ഇങ്ങനെ സേവ് കൊടുക്കുമ്പം അതൊരു കമന്റ് ആയിട്ട് വരും. അപ്പൊ ആ സെയിം കമന്റ് എല്ലാവർക്കും ഈ വാച്ചേഴ്സ് ലിസ്റ്റിന്റെ അകത്ത് കിടക്കുന്ന എല്ലാവർക്കും മെയിൽ പോകും.
അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു ആഡ് വാച്ചർ ഇറ്റ് ഈസ് എ സിമിലർ വേ ഹൗ വി ഇൻവൈറ്റ് പീപ്പിൾ ടു ദ ഗ്രൂപ്പ്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇൻവൈറ്റഡ് പീപ്പിൾ ഈ ജിറ പ്രൊജക്ടിന്റെ അകത്ത് ഏതൊക്കെ ഇൻവൈറ്റഡ് പീപ്പിൾ ഉണ്ടോ അവർക്ക് മാത്രമാണ് നമ്മൾ വാച്ചേഴ്സ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നത്. പ്രീ കണ്ടീഷൻ ഇതാണ്, നമ്മൾ ജിറയില് നമ്മുടെ പ്രൊജക്ടിന്റെ അകത്ത് ആ ടീമിലെ ഒരു മെമ്പർ ആയിരിക്കണം, എന്നാലേ അവരെ നമുക്ക് പുൾ ചെയ്യാൻ പറ്റത്തുള്ളൂ വാച്ചേഴ്സ് ആയിട്ട്. അത്രയേ ഉള്ളൂ. പിന്നെ പിന്നെ ഒരു സെർച്ച്, പിന്നെ ഈ സെർച്ച് ക്രൈറ്റീരിയക്കകത്തൊരു JQL എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു കീവേഡ് കൊടുത്ത് നമ്മൾ സെർച്ച് കൊടുത്തിട്ട് എൻറ്റർ കൊടുക്കുമ്പോൾ ആ കീവേഡ് വെച്ചിട്ടുള്ള എല്ലാ ടിക്കറ്റ്സും ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് ഇതാണ് ബേസിക് വ്യൂ. ബേസിക് വ്യൂവിൻ്റെ അകത്ത് ഈ ഇത്രയും ഫിൽട്ടേഴ്സ് നമുക്കുണ്ട്. നമുക്ക് ക്ലിയർ ഫിൽട്ടർ കൊടുക്കാം. ക്ലിയർ ഫിൽട്ടർ കൊടുക്കുമ്പം ഈ ഒരു സംഭവം ടെക്സ്റ്റ് ഫീൽഡ് ഈക്വൽ ടു ചെക്ക്ഔട്ട് എന്ന് പറഞ്ഞൊരു ലേബൽ മാറും. എന്നിട്ട് ഫുള്ള് നമുക്കുള്ള എല്ലാ വർക്ക്സും കാണാൻ പറ്റും. ഐ മീൻ എല്ലാ സ്റ്റോറീസും, ഈവൻ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഡൺ സ്റ്റേറ്റസിലുള്ള എല്ലാ സ്റ്റോറീസും, നമ്മുടെ ബാക്ക്ലോഗ് ഉണ്ടായിരുന്നത് എല്ലാ സ്റ്റോറീസും ഇവിടെ വരും, ഓൾ വർക്ക് പറഞ്ഞ ഹെഡിങ്ങിൽ. പിന്നെ ഇപ്പം ഈ JQL എന്ന് കിടക്കുന്നുണ്ട്. JQL ബേസിക്കലി ജാവാസ്ക്രിപ്റ്റ് ക്വയറി ലാംഗ്വേജ് ആണ്. അപ്പം ഇതിന് കുറച്ച് ബേസിക് ക്വയറി അറിഞ്ഞിരിക്കണം. ഈ സെലക്ട് അല്ലെങ്കിൽ അങ്ങനെ ചെറിയൊരു പ്രോഗ്രാമിംഗ് ക്വയറി എഴുതിയിട്ടാണ് നമ്മൾ ഈ റിസൾട്ട്സ് കണ്ടുപിടിക്കുന്നത്. ഐ മീൻ ഇപ്പം അസൈനി ഈക്വൽ ടു ഓർഡർ ബൈ, ഇതിപ്പം ബേസിക്കലി ഓർഡർ ബൈ ക്രിയേറ്റഡ് ഡിസെൻഡിങ് ആണ്. ഓർഡർ ഇപ്പൊ നമ്പേഴ്സ് വെച്ചിട്ട് ഡിസെൻഡിങ് ഓർഡറിൽ കൊടുക്കണം. ഏറ്റവും റീസെന്റ് ആയ ടാസ്ക് ഏറ്റവും മേളിലായിരിക്കും. പിന്നെ ഏറ്റവും ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ടാസ്ക് ഏറ്റവും താഴെയായിരിക്കും. അതാണ് ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ അല്ലാതെ വെറുതെ ഈ സ്ക്രമിന്റെ ഒക്കെ പേര്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ സ്ക്രം 14 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ജസ്റ്റ് അവിടെ പോയിട്ട് സെർച്ച് ബട്ടണിൽ സ്ക്രം 14 അടിച്ചു കഴിഞ്ഞാൽ വരില്ല? വരും 14 എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ വരും. അല്ലെങ്കിൽ ആ ജിറ ID ബേസിക്കലി ഇങ്ങനെയല്ല, ഒരു ഫോർമാറ്റ്. ഞാൻ ഇത് ഇവിടെ കണ്ടത് കൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. ഇതിന്റെ അകത്ത് നമുക്ക് കുറച്ചുകൂടെ നമ്മുടേതായിട്ട് ഇത് ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് ഓരോ ഫീൽഡ്, ഈ അസൈനി ഫീൽഡ് എനിക്ക് ഇങ്ങോട്ടേക്ക് എടുക്കാം. Assignee equal to string Kathy. ഇച്ചിരൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. Assignee. അപ്പം നമ്മൾ അസൈനി ഈക്വൽ ടു ലിസ്റ്റിൻ ക്യാദി എന്ന് കൊടുത്തു. അപ്പം ഈ ലിസ്റ്റിൻ ക്യാദിയുടെ പേരിൽ അസൈൻഡ് ആയിട്ടുള്ള എല്ലാ ടിക്കറ്റ്സും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ വേണ്ടി ഈസി ആണല്ലേ? ഇങ്ങനെ കണ്ടുപിടിക്കാൻ ഈസിയാ. അല്ലെങ്കിൽ നമുക്ക് ഈ ബേസിക് ആണ് ഇച്ചിരൂടെ എളുപ്പം. ബേസിക്കിന്റെ അകത്ത് നമ്മൾ ഇവിടെ കൊടുത്താൽ മതി. ഇത് JQL ക്വയറി എഴുതണ്ട. ഇപ്പം
ഇതൊക്കെ ഐ മീൻ അഡ്വാൻസ്ഡ് യൂസേഴ്സിന് വേണ്ടിയിട്ടാണ് jQuel വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് അസൈനി അല്ലെങ്കിൽ ടൈപ്പ് ഇപ്പം ഏത് ടൈപ്പ് ഓഫ് ടാസ്ക് ആണ്, ഐ മീൻ എപ്പിക് ആണോ, സ്റ്റോറി ആണോ, സബ് ടാസ്ക് ആണോ, ഏത് ടൈപ്പ് ഓഫ് സാധനങ്ങളാണ് ലിസ്റ്റും ക്യാദിയുടെ പേരിൽ ബഗ് ആയിട്ടുള്ള ലിസ്റ്റും ക്യാദിയുടെ പേരിൽ അസൈൻ ആയിട്ടുള്ള എല്ലാം ഡീറ്റെയിൽസ് എനിക്ക് വേണം. അപ്പൊ അതിങ്ങനെ കാണിക്കും. പിന്നെ ഇവിടെ നമുക്ക് ഫിൽട്ടേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പം എനിക്ക് ഇതിന്റെ കൂട്ടത്തില് ഇപ്പം എൻഡ് ഡേറ്റും കൂടെ വേണം, അല്ലെങ്കിൽ ആരാണ് ക്രിയേറ്റ് ചെയ്തത്, ക്രിയേറ്റഡ് എന്നാണ്, ആ ഡേറ്റും കൂടെ എനിക്ക് വേണം. ക്രിയേറ്റഡ് വിത്തിൻ ദ ലാസ്റ്റ്, ഇത് മിനിറ്റ്സിലാണ്, നമുക്ക് ഡേയ്സിൽ വേണമെങ്കിൽ ആക്കാം. വിത്തിൻ 10 days, 10 daysനുള്ളിൽ ക്രിയേറ്റ് ചെയ്ത എല്ലാ റെക്കോർഡ്സും കൂടെ വരും. അങ്ങനെ നമുക്ക് തന്നെ നമ്മുടെ ഫിൽട്ടർ ആഡും അപ്ഡേറ്റ് ചെയ്യാം. എന്നിട്ട് ഈ ഫിൽട്ടറിനെ നമുക്ക് സേവ് ചെയ്ത് വെക്കാം. കാരണം നെക്സ്റ്റ് ടൈം നാളെ എനിക്ക് ഈ സെയിം സെറ്റ് ഓഫ് റെക്കോർഡ്സ് ഒന്നുകൂടെ റൺ ചെയ്യണം. കാരണം ടീം സൈസ് ബിഗ് ആയിരിക്കും. ഇപ്പൊ 10 to 20 ടീം കാണും, പീപ്പിൾ കാണും ഒരു ടീമിന്റെ അകത്ത്. അപ്പം അവരുടെ ഓപ്പൺ ഇഷ്യൂസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ജസ്റ്റ് ആ പേര് ഏതൊക്കെ, ഇപ്പം മോർ ദാൻ 1 ടീം മെമ്പേഴ്സ് ആണെങ്കിൽ അവരെ മൾട്ടിപ്പിൾ ആയിട്ട് സെലക്ട് ചെയ്യാം. പിന്നെ അവരുടെ ടൈപ്പ് ഓഫ് ബഗ്, അവർക്ക് എത്ര കാറ്റഗറി ഓഫ് ബഗ്സ് അവരുടെ പേരിൽ അസൈൻ ആയി കിടപ്പുണ്ട്, അത് എത്രയും പെട്ടെന്ന് അവർ ക്ലോസ് ഡൗൺ ചെയ്യേണ്ട സാധനങ്ങളാണ്. അപ്പം അങ്ങനത്തെ ഒരു ട്രാക്കിംഗ് പർപ്പസിന് നമുക്ക് ഈ എന്താണ് ഈ ഒരു ക്വിക്ക് ഫിൽട്ടർ യൂസ് ചെയ്യാം അതിനു വേണ്ടി. എന്നിട്ട് അത് സേവും ചെയ്ത് വെക്കാം. ജസ്റ്റ് സേവ് ചെയ്ത് വെക്കുമ്പോൾ നാളെ വന്നിട്ട് ജസ്റ്റ് അതിനെ ആ ലിങ്കിനെ നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഡിസ്ക്രിപ്ഷൻ ഒന്നും വേണ്ട, അപ്പൊ എനിക്ക് തന്നെയാ കാണണ്ടേ. ഞാനിങ്ങനെ കൊടുത്തിട്ട് സേവ് കൊടുക്കുമ്പോ കോപ്പി ലിങ്ക് ടൈപ്പ് ബഗ്, അപ്പം ബഗ് ലിസ്റ്റ് ഫിൽട്ടർ സേവ്ഡ് ആയി. പിന്നെ ബഗ് ലിസ്റ്റ് ഇതിനെ നമ്മൾ ബഗ് ലിസ്റ്റ് ആക്കി. ഇനിയിപ്പം ഈ ഫിൽട്ടർ ഒക്കെ മാറ്റി ഞാൻ ജസ്റ്റ് നോർമൽ എടുക്കുമ്പം ഈ ബഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് മാറി എല്ലാം കാണിക്കും. ഇത് നമ്മൾ സേവ് ആയത് കിടക്കുന്നതുകൊണ്ട് ബഗ് ലിസ്റ്റ് അത് സ്റ്റാർട്ടിൽ ഓട്ടോമാറ്റിക് ആയിട്ട് സേവ് ആവും. പിന്നെ അഗൈൻ ഒരു നെക്സ്റ്റ് സെറ്റ് ഓഫ് ഒരു ഫിൽട്ടർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് പുതിയ ക്രിയേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യും. അതിവിടെ ലിസ്റ്റ് ആവും. അതായിരുന്നു ഫുൾ ജിറയുടെ ഒരു ഓവറോൾ വാക്ക് ത്രൂ. പിന്നെ ഈ ഫുൾ സ്റ്റേറ്റസ് എനിക്ക് ഒരു എക്സൽ ഷീറ്റിൽ ഷെയർ ചെയ്യണമെങ്കിൽ അത് ജസ്റ്റ് ഏതെല്ലാം റെക്കോർഡ്സ്, എല്ലാ റെക്കോർഡ്സും ഷെയർ ചെയ്യണമെങ്കിൽ എക്സ്പോർട്ട് കൊടുത്തിട്ട് എക്സൽ ഫോർമാറ്റിൽ എക്സ്പോർട്ട് എക്സൽ CSV അല്ല വേണ്ടേ, നോർമൽ എക്സൽ ഫോർമാറ്റ്. അതേപോലെ എക്സലിൽ നിന്നും ഡാറ്റ ഇതിലേക്ക് എടുക്കാൻ പറ്റുമോ? ഇമ്പോർട്ട് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഇല്ല അല്ലെ? എക്സലിന് നമുക്ക് ജിറയിലോട്ട് എടുക്കേണ്ട ഐ മീൻ ആവശ്യം വരുന്നില്ല. അല്ല, ഡേറ്റ ഡിസ്പ്ലേ ആപ്ലിക്കേഷൻ അല്ല ജിറ. ജിറയുടെ റെക്കോർഡ്സ് നമുക്ക് പ്രോജക്റ്റിന്റെ സ്റ്റേറ്റസും ഇത്ര ഡിഫക്ട്സ് ഓപ്പൺ ആണ്, ഇതൊക്കെയാണ് ഓപ്പൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു ഹൈ ലെവൽ മെയിലൊക്കെ അറ്റാച്ച്മെന്റ്സ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. Your export may take a few minutes. കുറച്ച് കഴിയുമ്പോൾ അത് എക്സ്പോർട്ട് റെഡി ആവും. ജസ്റ്റ് എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ മെയിൽ ID ചോദിക്കും, എവിടേക്കാണ് ഷെയർ ചെയ്യേണ്ടതെന്ന് ചോദിക്കും.
എനിക്ക് വേണമെങ്കിൽ കുറച്ച് ഇതിനെ ചെറിയ ലിസ്റ്റ് ആക്കായിരുന്നു. ഇത് കുറച്ച് ഏറെ ആയതുകൊണ്ടായിരിക്കും കുറച്ച് ടൈം എടുത്തത്. ലിസ്റ്റ് നമുക്ക് 2 എണ്ണം ക്യാൻസൽ, 2 എണ്ണം ആണ് ഡൗൺലോഡ് ആയിട്ട്. ഇത് ബ്രൗസറിലാണ് ഇത് HTML ഫോർമാറ്റിൽ വന്നത്. ഇങ്ങനെയാണ്. ഇതല്ലാതെ നമുക്ക് വേറെ ഫോർമാറ്റിലും എക്സ്പോർട്ട് ചെയ്ത് നോക്കാം. Select from the select project has no forms. ഫോം എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇത് നമുക്ക് URL കൊടുക്കേണ്ടി വരും. പക്ഷെ ഇതല്ല ഒരു ബെറ്റർ വ്യൂന്. ഇത് ജിറയുടെ ഫിൽട്ടർ ലിസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് എല്ലാം കാണിക്കും. ഫിൽട്ടർ റിസൾട്ട്സ് ജസ്റ്റ് ഒരു ഇതുപോലെ ഒരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നമുക്ക് പബ്ലിഷ് ചെയ്യാം. കോൺഫ്ലുവൻസ് പേജിൽ കൊടുക്കാൻ പറ്റില്ല. ഡാഷ്ബോർഡ് എക്സ്പ്ലോർ. എക്സ്പോർട്ട് ആവുന്നില്ലല്ലോ. Generate an Excel file that includes all of the responses from a specific form attached to work items from your search. That file will also include the values of Jira. Okay. Expected ആണ്. Select a form നമുക്കില്ല. Export will take a few minutes. ഇത് ബാക്ക്ഗ്രൗണ്ടിൽ ഓടിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം വരുന്നുണ്ടോ ഇല്ലയോ. ഇതായിരുന്നു ബേസിക് ഒരു ഓവർവ്യൂ. ഇത് ഫുൾ ഡീറ്റെയിൽസ് കോളം വൈസ് കാണിക്കും. ഇത് ഡീറ്റെയിൽ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റോറിയുടെയും റൈറ്റ് സൈഡിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഓപ്പൺ ആയിട്ട് വരും. ഇപ്പം ഇത്രയാണ് ഫിൽട്ടർ റിസൾട്ട്സ് എങ്കിൽ ഓരോ ഫിൽറ്ററിന്റെ റൈറ്റ് സൈഡ് ഡീറ്റെയിൽഡ് ആയിട്ട് ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ ഇങ്ങനെ ആവുമ്പം എനിക്ക് എന്തെങ്കിലും ഓൺ ദ ഗോ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും. ഇതാണ് ഡീറ്റെയിൽഡ് വ്യൂ. ഇതായിരുന്നു ചുരുക്കം. CSV ഫയൽ ഫോർമാറ്റ് ഇതൊരു വേറെ ഫയൽ ഫോർമാറ്റ്, പക്ഷെ നോർമലി നമ്മള് ചെയ്യാറില്ല. കാരണം അതൊക്കെ ശരിക്കും ബൾക്ക് ഡേറ്റ CSV ഫയൽ ഫോർമാറ്റ്സിൽ അപ്ലോഡ് ചെയ്യേണ്ടപ്പോഴാണ്, അല്ലാതെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോറിക്കകത്ത് തന്നെ ഇപ്പം ടെസ്റ്റ് കേസസ് 10 to 20 ടെസ്റ്റ് കേസസ് ഉണ്ടെങ്കിൽ അത് അവര് CSV ഫയലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അവിടുന്ന് ജസ്റ്റ് ഇവിടെ അറ്റാച്ച്മെന്റ് ആയിട്ട് കൊടുക്കും.
പക്ഷെ നോർമലി നമ്മൾ ജിറയ്ക്കകത്ത് ഇപ്പം ഒരു URL ആണ് നമ്മൾ ടെസ്റ്റ് കേസസ് എഴുതിയിരിക്കുന്നെങ്കിൽ ആ ബ്രാഞ്ചിന്റെ പാത്ത് ജിറയ്ക്കകത്ത് അറ്റാച്ച് ചെയ്യുവാണ് ചെയ്യുന്നത്. അതൊരു റെഫറൻസ് ആയിട്ട് ഇന്ന സെറ്റ് ഓഫ് ടെസ്റ്റ് കേസസ് അല്ലെങ്കിൽ ഇന്ന സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സ് ആണ് ഇതിന്റെ റിലേറ്റഡ്. അപ്പം ആ ലിങ്ക് കൊടുത്താൽ മതി. അങ്ങനെ അപ്പം ഇതായിരുന്നു ജിറയുടെ ഓവർവ്യൂ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഐ ഹോപ്പ് കുറച്ചൊക്കെ എങ്കിലും മനസ്സിലായി കാണും സൂര്യക്കുന്നത്. ആ ഓക്കെ 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 സൂര്യ, അപ്പം ഇത് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഐ വിൽ ബി ദയർ. ഓക്കെ മാം, എന്താണേലും ചോദിക്കാം. ശരി എന്തെങ്കിലും അപ്ഡേറ്റ് ഞാൻ ചെയ്യാം. ഓക്കെ മാം. പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ടായിരുന്നു. മറ്റേ മാം കഴിഞ്ഞ ദിവസം വേർഡ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തിരുന്നില്ലേ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ? അപ്പൊ പറ്റുവാണെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്ത് തരാമോ? കാരണം ഞാൻ അത്രയ്ക്ക് നോട്ട്സ് ഒന്നും എടുത്തിട്ടില്ല, അതാണ്. എജൈലിന്റെ നോട്ട്സ് അല്ലേ? ആ എജൈലിന്റെ നോട്ട്സ് ഞാൻ ഷെയർ ചെയ്യും. ഓക്കെ ആ ഓക്കെ മാം. ഓക്കെ ഓക്കെ സൂര്യ. ശരി മാം. ശരി, താങ്ക്സ്. ബൈ. താങ്ക് യു മാം. ബൈ.